അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എന്നോട് യാത്രൻ്റെ വ്ളോഗിലൊക്കെ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജോർജിയയിൽ നിന്ന് ഇന്ന് തിരിച്ചു പോവുകയാണ്. പോകണം എന്നാണ് ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വ്ളോഗൊന്നും എടുത്തില്ല, ഏകദേശം ഒരു മാസമായിട്ട്. ഞാൻ ബാസിലിനോട് വന്നതന്നെ ചോദിച്ചു എന്താ വ്ളോഗ് എടുക്കാത്തത്. സോറി, എൻ്റെ സൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ ആ മാച്ച് എല്ലാവരും കണ്ടു കാണും. ആർത്ത് വിളിച്ച് സൗണ്ട് പോയി. ആ മാച്ചിന്റെ ഇടയിൽ നടന്നത് എന്തൊക്കെയാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനായിട്ട് പറഞ്ഞിട്ട് വിമർശിക്കണില്ല, ഞാനും പറയുന്നില്ല. അതെ, അപ്പോൾ അതിലൂടെ സൗണ്ട് നഷ്ടപ്പെട്ടു പോയതാണ്. നിങ്ങൾ ക്ഷമിക്കുക. ഒച്ചമുടി ഉണ്ടാക്കിയാണ്ട് ആകെ തർക്കിച്ചാണ്ട് സൗണ്ട് പോയതാണ്. അപ്പോൾ ബാസിലിനോട് ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇജെന്താ വ്ളോഗ് എടുക്കാത്ത മുത്തേ, ഇജ് വ്ളോഗ് എടുക്കുക, ജോർജിക്ക് ആൾക്കാർക്ക് കാണിക്കാറ്. അപ്പോൾ പറഞ്ഞു ഞാനൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വ്ളോഗ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല, എല്ലാം ഇൻ്റെ തലിക്കാൻ ഇട്ടുന്നതാണ്. അങ്ങനെ ആസ്വദിച്ചെടുക്കുക. ഞാൻ വീഡിയോ റീൽ എടുക്കുക, വ്ളോഗ് എടുക്കുക, ഫോട്ടോ എടുക്കുക, ആകെ തിരക്ക്. പഠിച്ചാണെങ്കിൽ 2 ഗജ്ജ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് 4 സാധനം എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ ജോർജിയയിലെ. പക്ഷേ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണിച്ചു കൊടുത്തു. മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ കണ്ട സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ റിട്ടേൺ പോകട്ടെ. നമ്മളെ നാട്ടിലേക്ക് 2 ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് ദുബായി പോയിട്ട് നാളെ തന്നെ നമ്മൾ ഒരു ദിവസം ദുബായി നിന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ആവശ്യത്തിനും കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവാണ്. നമ്മുടെ ജീവിതത്തിലല്ല, സർപ്രൈസ് അല്ല, നമ്മുടെ ചെക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു വൻ പരിപാടി വരാൻ പോവാണ്. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ പരിപാടിന്റെ അന്നേ ഇത് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാര്യം പറയാം, ഓപ്പണായിട്ട് പറയണ്ട. ഒരു കല്യാണമാണ്. ആരുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാ, ഗസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതിനടിയിൽ കമന്റ് ബോക്സിൽ പറയും. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കാര്യം പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്നെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നാ ഗസ് ചെയ്തോളി. അപ്പൊ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ നമ്മൾ അസറുവിന്റെ ബോക്സിംഗ് റിങ്ങിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഈ കോസ്റ്റ്യൂമിലാക്കൂല. അതിനുള്ള യോഗ്യത ഉണ്ടോ നോക്കും കോച്ച്. അതിനെന്താ ഫസ്റ്റ് ചെയ്യണ്ടേ? കോച്ചിനായിട്ട് ഫൈറ്റ് വേണം. ഫസ്റ്റ് കോച്ചിനായിട്ട് ആദ്യം തന്നെ പൊലിവൈ കണ്ട് കോച്ചിനായിട്ട് പേര് പല്ലൊക്കെ പൊട്ടി. നാട്ടിക്ക് മിക്കവാറും ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ജോർജിയത്തെ പറയും ആള് പറയും പാസ്പോർട്ട് അല്ലാതെ മുഖമൊക്കെ വീങ്ങി ചീർത്തി. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ റിങ്ങിലേക്ക് ഇറങ്ങണില്ല. അപ്പൊ അസൂർ റിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ നമ്മൾ പോണ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ജോർജിയൻ്റെ അങ്ങാടി ചെറുതായിട്ടൊക്കെ നമുക്ക് നമ്മൾ ഇന്നൊന്ന് കാണിച്ചു തരാം. കാരണം ഇവിടെ നമ്മൾ വന്ന് നില്ലിൻ്റെ ഒരു തെളിവാണ് ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ എനിക്ക് തന്നെ നോക്കാമല്ലോ, ഞാൻ അന്ന് പോയതാണ് കണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നോക്കണമെങ്കിൽ ഇത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അസറുവിൻ്റെ റിങ്ങിലേക്ക് ഇറങ്ങാം കേട്ടോ. ഫുഡ് കഴിച്ചില്ല അസർ? എന്താ ചെയ്യണേ? ഫുഡ് മാളുടെ ഉള്ളിലുണ്ട്. അതായത് ഇത് സിറ്റി മാൾ എന്നാണ് ഇതിന്റെ മാളുടെ പേര്. മാളുടെ അയൽവക്കത്തെ നമ്മുടെ താമസം. മാളുടെ ഉള്ളിലെ ബോക്സിംഗും. ഓ, മാളുടെ ഉള്ളിൽ ബോക്സിങ്, മാളുടെ തൊട്ട അയൽവക്കത്തെ നമ്മളെ താമസം. അതായത് മാളുടെ ഉള്ളിൽ ഫുഡ്, റിച്ച് ലൈഫാണ് അവിടെ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ജോർജിയ എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ അതിൻ്റെ ടോപ്പ് ലെവലിൽ ഞാൻ കണ്ടു. ഞാൻ വളരെ സംതൃപ്തനാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് മടങ്ങണം കേട്ടോ. എനിക്ക് ഇതിലേറെ കുറച്ചുകൂടി നല്ല സ്ഥലങ്ങൾ ബാസലിന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. ഇതിലേറെ ഒന്നുകൂടി അടിപൊളി സ്ഥലങ്ങളുണ്ട്. പക്ഷേ കറൻ്റ്ലി ഇപ്പം ജോർജിയയിൽ മഞ്ഞ് ഉരുകി തുടങ്ങണുള്ളൂ. അപ്പം നല്ല അടിപൊളി സ്ഥലങ്ങളെല്ലാം മൗണ്ടൻ ടോപ്പിൻ്റെ ഏരിയയിലാണ്. പക്ഷെ അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. നല്ല സ്നോ പോയാൽ മാത്രമേ നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ബാസിലോണെ പറഞ്ഞു ജൂൺ ജൂലൈ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സെറ്റപ്പ് പച്ചപ്പുള്ള സ്ഥലങ്ങൾ അധികം വൈകാതെ ഒരു ജൂൺ ജൂലൈയിൽ നമ്മൾ ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ ഇനി ബാക്കി അവിടെ തിരികെ കാണിച്ചു തരാം കേട്ടോ. 2 സ്റ്റെപ്പ് ഇട്ടാ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് അസറുവിൻ്റെ ബോക്സിങ് ഇതിലാട്ടോ. ബോക്സിങ്ങിൻ്റെ സംഭവത്തിലുള്ളത് ബോക്സിങ് റിങ്ങിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ അസറുവിൻ്റെ അസറുവിൻ്റെ കോച്ചാട്ടാ നീല. ആദ്യം തന്നെ കോച്ചിനെ ഇട്ടിട്ടടി, കോച്ചിനെ മലത്തടിക്കണം. വാമപ്പാട്ടോ. അപ്പുറത്ത് അതാണ് മെയിൻ കോച്ച് പോകുന്നുണ്ട്, ഈ മുട്ട. അപ്പോൾ ഗായ്സ്, റിങ്ങിലായിട്ടോ കളി റിങ്ങിലേക്ക് മാറ്റി. വാമപ്പൊക്കെ കഴിഞ്ഞ് റിങ്ങിൽ പരിപാടി തുടങ്ങിട്ടോ. നീല അസറുവിൻ്റെ കോച്ചാട്ടോ. ആദ്യം കോച്ചിനെ മലത്തടിക്കണം. കൊടുക്ക അസറോ കോച്ചിനൊന്ന്.
കോച്ച് ഏതാ വളവനറിയോ? കോച്ച് പഠിപ്പിച്ചു കൊടുക്കണോണ്ട് എയിലേക്ക് അടി വരികയെന്ന് കോച്ചിനെ അറിയാലോ. എന്നിട്ട് ഓനെ സിമ്പിളായിട്ട് ബ്ലോക്ക് ചെയ്യും. പുതിയൊന്നും കോച്ച് പഠിപ്പിച്ചു കൊടുക്കണില്ല. അപ്പോൾ ഞാൻ അസുറിനോട് പറഞ്ഞു, ഇനി നാളെ വരുമ്പോൾ കോച്ച് പഠിപ്പിക്കാത്ത 2 ഐറ്റം പഠിച്ചു പറഞ്ഞിരിക്കണേ, എന്നിട്ട് 4 കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ ഓൻ പഠിപ്പിച്ചുകൊണ്ട് ഓനക്ക് തന്നെ അറിയാം എന്തൊക്കെയാണ്, ഏലൊക്കെയാണ് അടി വരിക, എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഗായ്സ്, എൻ്റെ ബോക്സിംഗ് ട്രെയിനിങ് കഴിഞ്ഞു. അടുത്തത് ബാസിലാണ് റിങ്ങിൽ ഗോദയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് ബാസിൽ ഫസ്റ്റ് ബോക്സിംഗ് മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്? ഖബീബ് ലെവലായിട്ട് നമ്മൾ ഇതിൽ ഇറങ്ങണം. ഖബീബ് ലെവലാവൂല, കബാബ് ലെവലാവൂ. കോച്ചിനോടാ ഡാഡി. കോച്ച് നോക്ക് ഔട്ട്. കേറി കേറി. ഇത് കടിച്ചു കുറച്ചാണ് മാസ് കാട്ടുമ്പോ ആവണില്ലല്ലോ. ഇട്ടെടുത്ത എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ചിക്കണേ. അങ്ങനെയല്ല, അടി കൂടെ പോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോ. മാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണേ. വാമിങ് അപ്പ്. കോച്ച് ഞെട്ടിക്കണോ, ഏതാ ഡിസ്കരിക്കണ്. അതിൻ്റെ ഒന്നും അവസ്ഥയില്ല, ഇതൊരു അടിക്കുള്ളൂ എന്ന് പറഞ്ഞു കോച്ച്. സുഹൃത്തുക്കളെ, ഷേപ്പ് മാറിയാൽ തിരിച്ചറിയില്ല അടയാളങ്ങൾ. കാലിൻ്റെ ഇവിടെ ഒരു പണ്ട് പൊള്ളൊരു പാടുണ്ട്. ഇവിടെ ഒരു കാക്കാപ്പുള്ളിയില്ലേ, കോച്ചിന്റെ ടൈമില്ല. ഇതൊക്കെയാണ് തിരിച്ചറിയില്ല അടയാളങ്ങൾ കേട്ടോ. ഇപ്പൊ കിട്ടോ, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും. കോച്ച് നോക്ക് ഔട്ട്. കോച്ച് പഞ്ച്, നോക്ക് ഔട്ട്. ഓ, കല്യാണം കഴിഞ്ഞൊരു മാസമായിട്ടുള്ളൂ, പോയല്ലോ ദേവി. ആ, കോച്ചിന് ചെന്നൈട്ടോ. Can you punch? Yeah. Left or right? Left. Then right. കഴിഞ്ഞിട്ടില്ല. എത്ര സമയം? കഴിഞ്ഞിട്ടുണ്ടോ? പള്ളൊക്കെ ഒന്ന് കിട്ടിക്കണേ. ഇതെന്താ മാങ്ങ പറിച്ചേ?
Okay, coach. Thank you. Strong boy. Strong boy? When will I come next time? Yeah. When will I come next time? I will join with you. Thank you so much. ബാസിൽ ജയിച്ചോട്ടാ ഫൈറ്റില്. No. Just for fun. Okay. Thank you. ഏയ് എങ്ങനെയുണ്ട് ബാസിലെ? കോച്ചേ പഞ്ചിങ്ങനെ ഞങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ പഞ്ചിക്കറ നല്ല വേണ്ട ചോയിഞ്ഞ് ഇല്ല പറയാലോ സീൻ പഞ്ചാൻ കോച്ചില് അപ്പോൾ അവനോട് പറഞ്ഞ അടുത്ത വരെ വരുമ്പോൾ എന്നെ അടിച്ചോണ്ട് പറഞ്ഞോ അടിച്ചോടൂല്ലേ? അടിച്ചിടും. അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് പോവാല്ലേ? പോവാ. ഓക്കെ. അപ്പോൾ ബാസിലിൻ്റെ അടുത്ത ട്രെയിനിങ് ആണ്. ഇതിൻ്റെ മേലേക്ക് ചാടികാണ്ട് നീച്ചു കേട്ടോ. കാലുകൊണ്ട് ചവിട്ടി നിൽക്കണം. Get ready. Let's go. Oh, just miss. Good. Try again. Coach. Try. Oh, just miss. One try again. Coach. Oh. ബെറ്ററായി കുറച്ചുകൂടി. ഇതെന്താ കുതിര ഓട്ടോ? ബാസിൽ ഹോഴ്സ് റൈഡിങ് ചെയ്യാണ് ഗായ്സ്. കുറച്ച് കുനിഞ്ഞിരിക്ക്. ഏണ്ട് ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കുത്തൈസി എയർപോർട്ടിൽ നിന്ന് കയറാൻ പോകാട്ടോ. അപ്പം നമ്മൾ ജോർജിയ വിടാൻ പോവാണ്. അപ്പൊ നമ്മളിതാ 24 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ കാലുകുത്തിയിരിക്കുന്നു. അസുറോ, ഓയ് എന്താ പറയല്ലേ? വല്ലാത്തൊരു ഇതായിനി ട്രാവലിങ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ദുബായിൽ പോയി. ദുബായിൽ ഒരു നിക്കപ്പുറത്തില്ലാത്ത ഓട്ടേനി. അത് കഴിഞ്ഞ് മണാലി ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി. പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിൽ കയറി. ഉറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മള് വളരെ സുപ്രധാനമായ ഇത് നല്ല ഉറങ്ങിക്കണേ. ഫ്ലൈറ്റ് എടുത്തപ്പോൾ ഉറങ്ങിയിട്ട് ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ എന്നിട്ട് ഉറങ്ങിയിട്ടില്ലാതെ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ഇരുന്നുറങ്ങിയ കയ്യിലേ. അപ്പൊ നമ്മളെ കൊണ്ടുവരാൻ വന്നതാക്കണേ മിക്കി മൗസ്. അപ്പൊ നമ്മളെ മിക്കി പിക്ക് ചെയ്യാൻ വന്നിക്കണേ. ഞങ്ങൾ 3 ആളുണ്ട്. സഫാൻഖാൻ്റെ വീഡിയോ എടുക്കണത്. അപ്പം ഈ സഫാൻഖാൻ്റെ വീട്ടിലിറക്കിയിട്ട് അസുറിനെ വീട്ടിലിറക്കിയിട്ട് മിക്കി പോവും. പിന്നെ ഞങ്ങളെ ഇന്ന് വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് ഞങ്ങളൊന്ന് കൂടും അല്ലേ? കുറേ കാലത്തിന് ശേഷം വന്നാലേ എല്ലാവരും ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഈ ഇതിൽ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നാട്ടിലുണ്ട് അല്ലേ? അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം എല്ലാവരും നാട്ടിൽ ഒരുമിച്ച് കിട്ടണ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ട്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും വീഡിയോസും അപ്പോഴൊക്കെ ആയിട്ട് വരിക കാരണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. വെക്കേഷനൊക്കെ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ടാക്കുക. ഇതിന് പോവാ. ഇവിടുന്നാണ്. അപ്പൊ ഇവിടെ വീടെത്തിയല്ലോ. വീടെത്തി. അപ്പൊ നമ്മള് സഫാൻഖാന്റെ വീടെത്തിയിട്ട് സഫാൻഖാൻ ഇറക്കാൻ പോവാട്ടോ. സഫാൻഖാന്റെ അമ്മ അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിക്കാതെ പോകണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരിക്കണം. അപ്പൊ നമ്മള് കഴിക്കാനും വേണ്ടിട്ടാണ് പോണത്.
അപ്പൊ മിക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ മിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ നമ്മൾ പറയണില്ല കേട്ടോ. അത് എന്താന്ന് എന്തെങ്കിലും ഗസ് ഇല്ലാതെ ഗസ് ചെയ്യും. അതെ, എന്തുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാ ആയാ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങള് ഗസ് ചെയ്യട്ടോ. മിക്ക വല്ല വിഷയങ്ങൾ മാറ്റി. അപ്പൊ സുഹൃത്തുക്കളെ, ചെക്കന്മാരൊക്കെ വിളിച്ചിനി ഞങ്ങൾ ലാൻഡ് ചെയ്തേക്കണോക്കെ ചോദിച്ചാൽ അപ്പൊ നമ്മൾ ലാൻഡ് ചെയ്ത് ഓരോരുത്തർക്ക് പോകട്ടെ. നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഈവനിങ് മുതൽ വീണ്ടും വരപ്പം തന്നെ നമ്മൾ ഉണ്ടാവും. കോച്ച് എടുത്തിട്ട് പൊട്ടിച്ചില്ലേ. ഞാൻ അവരോട് ഇറങ്ങണേ, ഞാൻ അടുത്ത വരവിൽ എന്നെ ശരിയാക്കി തരാൻ ഇറങ്ങണേ, എന്നെ അടിച്ചിടും ഇറങ്ങണേ. മേലക്ക്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ബാക്കി വീട്ടിലെത്തിയിട്ട് വീട്ടിലുമാരോട് നല്ല നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ പറയണം. ഈ ഫ്രോസൺ ചിക്കൻ തിന്ന് സത്യം പറഞ്ഞാല് മടുത്തു. അതിന്റെ ടേസ്റ്റ് നമുക്ക് പറ്റണില്ല. പിന്നെ അവിടെ പോകുമ്പോൾ ഇത് തിന്നല്ലാതെ വേറെ ഓപ്ഷനും ഇല്ലല്ലോ, ജീവിച്ചു പോകണ്ടല്ലേ അസറോ. പിന്നെ ഫുഡിന് എവിടെ ഒരു കമ്മിയില്ലേനി. കസാഖിസ്ഥാൻ പോയപ്പോൾ സഫാൻ ഖാനപ്പം, ദുബായിൽ നിന്ന് സഫാൻ ഖാനപ്പം ഫുഡ് വാങ്ങിത്തത മൈക്കിടന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോൾ 71 കിലോനുള്ളൂ. ഇനി ഇന്നത്തെ എൻ്റെ വെയിറ്റ് പറഞ്ഞാൽ 75.5 കിലോനാണ്. അതേസമയം ഞാനൊരു 4.5 കിലോനോളം എന്ത് നിങ്ങൾ കൂടിക്കണം. അതിന്റെ മെയിൻ ഉത്തരവാദി നിങ്ങളാണ്. പക്ഷെ എന്റെ എല്ലാ ഇതും പൊട്ടി കിടക്കെടുപ്പോ മിക്ക വന്ന വഴി മാർക്കെടുത്തിട്ട് മിക്കേജി അതെന്ന് വെച്ചാല് എന്റെ വെയിറ്റ് കൂടാനുള്ള മെയിൻ കാരണം ദുബായിൽ നിന്നും എന്തൊക്കെ ഫുഡ് ഉണ്ടോ അതൊക്കെ വാങ്ങി തന്നുകൊണ്ട് ഇന്നെ തീറ്റിച്ച് പോയിട്ട് കൊണ്ടുനടന്ന നമ്മളെ സ്വന്തം സഫാൻ കേട്ടത്. താങ്ക് യു റിക്കിഷ ഹോളിഡേയ്സ് മണാലിക്ക്. അതേപോലെ ഞാൻ പിന്നീട് എത്തിയത് ജോർജിയയിലാണ്. പിന്നെ നിങ്ങളോട് പറയണ്ടല്ലോ സുഹൃത്തുക്കളെ, ജോർജിയ ഡോൺ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ ഫുഡ് തിന്ന് എന്താ വെച്ചാൽ അങ്ങനെ ഇങ്ങനെ വെയിറ്റ് വിടല്ല. അപ്പോൾ ഒരു മാസം കൊണ്ട് 4.5 കിലോനെ കൂടി. അപ്പം ഇനി എൻ്റെ വർക്കൗട്ടുകളില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പം ഇനി എല്ലാം വീട്ടിലെത്തിയിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ. അപ്പം നമ്മളിതാ സഫാൻ ഖാൻ്റെ വീട്ടിലെത്തി. സഫാൻ ഖാൻ ഇറക്കാണ് കേട്ടോ. ആണോ? എന്താ പറഞ്ഞേ? അപ്പോളേ അവിടെ ഞാൻ സഫാൻ ഖാന്റെ റൂമിലാണ് നീനത്. അപ്പൊ അവിടെ റൂമിൽ ഉണ്ടായിരുന്ന ചെക്കന്മാരുണ്ട്. ഓല് എന്തൊക്കെ സാധനങ്ങള് ഞാൻ ജോർജിയക്ക് പോണതിന്റെ തലേന്ന് രാത്രി പെട്ടിയൊക്കെ ഫുള്ള് കെട്ടിയാണ്ട് വെച്ചതേനവിടെ. എന്നിട്ട് ഞാൻ ഉറങ്ങിയ സമയത്ത് ഓരോ എന്തെടിക്കണം ഇത് തുറന്നുകൊണ്ട് കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിക്കുക വാങ്ങി വെച്ച്. ഞാൻ എന്നിട്ട് ജോർജിയയിൽ എത്തി പെട്ടി തുറന്നപ്പോൾ ആണ് ഞാൻ അതൊക്കെ കാണുന്നത്. ഇത്രമാനം സാധനങ്ങൾ വരും. അതായത് ഓല് എന്തൊക്കെ എനിക്ക് വേണ്ടി കാട്ടി നിൽക്കണേ. അവിടുന്ന് ഓല് പണിയൊക്കെ ലീവാക്കി കഴിഞ്ഞ എല്ലാവരും. പണിയൊക്കെ പണിക്കൊന്നും പോയിട്ടില്ല. പല പെരക്കാർ കാണുന്നുണ്ടെങ്കിൽ ചെങ്ങായി പോയിക്കാണ്ട് പണിക്കും പോയിട്ടില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ നമ്മളെ പെട്ടി പൊട്ടിക്കലാട്ടോ. നെക്സ്റ്റ് വീഡിയോ എടുക്കണം കേട്ടോ. ഇത് എനിക്ക് വാങ്ങിയാട്ടോ. അതായത് ഈ ജോർജിയൻ്റെ മുദ്രല്ല എന്തെങ്കിലും ഒരു സാധനം വാങ്ങണ്ടേ. അപ്പം പിന്നെ അതിന് വേണ്ടി വാങ്ങിയാണത്. ജോർജിയൻ്റെ മുദ്രല്ല ഒരു ചെറിയ ഒരു കീ ചെയിൻ പോരെ. ഹാപ്പി അല്ലേ? ഇത് പിന്നെ ഇത് സോയിനെയർ ഫ്രിഡ്ജ് മുട്ടിച്ച ഫ്രിഡ്ജും പോലും ഇതില്ല. കുറച്ച് മാഗ്നറ്റ് ഇല്ലാത്ത കൊട്ടിക്ക് കുറച്ച് ഫ്രിഡ്ജ് മുട്ടിക്കാരം. ഇത് ജോർജിയൻ്റെ. ഇത് ഞങ്ങൾ പോയിൻ്റെ തലേന്ന് ഞാൻ ഒസറും പോയി കണ്ട് വാങ്ങിയാണ്. അത് ഈ പാൻറ്റൊക്കെ ഞാൻ തിരുമ്പിയതാട്ടമ്മ. പക്ഷെ ഉണ്ടല്ലോ ഒരു മഞ്ഞപ്പൂവിൻ്റെ സ്ഥലത്ത് പോയില്ലേനോ, ആ മഞ്ഞപ്പൂവിൻ്റെ കളറാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി തിരുമ്പ ശരിക്ക്. പോവൂലേ? സ്റ്റിഫൻ ഷൈനിൽ ഇട്ടാ മതി. ഇത് ഞാന് ഇതിട്ടീനി, അത് തിരുമ്പണം. അവിടെ കേട്ടെ, ഇതിട്ടിട്ടില്ല, അവിടെ നോട്ടെ. ഇത് തിരുമ്പണം. ഇത് അതിന്റെ ചെരുപ്പാണ്. ചെരുപ്പൊന്നും ഇട്ടിട്ടല്ല, കാരണം തണുപ്പില്ലോണ്ട് ഫുള്ള് ഷൂ തന്നെയാണ്.
ഇത് ഞാൻ ഇട്ടീനി പിന്നെ ഞാൻ തിരുമ്പി ചെയ്തീനി പിന്നെ ഇട്ടീനി ഓർമ്മല്ല ഒരു മണം ഉണ്ട് എല്ലാത്തിനും. ഇതും തീരുമാനം. ഇതെനിക്ക് നാളെ ഇടാല്ല പാൻറ്റാണ്. പാൻറ് അവിടെ നോട്ടെ. ഇതിട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ഇതൊക്കെ ഓല് വാങ്ങിയ സാധനങ്ങളാണ്. കുറേ മുട്ടായി ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതാ സുഹൃത്തുക്കളെ, ഇതാണ് ഞാനവിടെ റൂമിൽ നിന്നപ്പോൾ വലിയ ചെക്കന്മാർ വാങ്ങിയിട്ട് തന്നിട്ട് അതൊക്കെ. അതെനിക്ക് ലഗേജ് കുറവായതുകൊണ്ട് എടുത്തത്. എന്നിട്ട് ഇതിൽ കൊള്ളാത്ത സാധനം പിന്നെയും റൂമിൽ ബാക്കി കിടക്കണമെന്നുണ്ട് എനിക്ക്. ഇതൊക്കെ ഓല് എനിക്ക് നാട്ടിലേക്ക് ഇമ്മൂനും ഓക്കും തരാൻ പറഞ്ഞിട്ട് തന്നാട്ടമ്മ. ഇതാക്കണ കാരക്ക മിഠായികളും നട്സും എല്ലാം ഉണ്ട്. കുറേ സാധനങ്ങളുണ്ട്. പിന്നെ മറ്റേലും ഉണ്ട് കുറേ മിഠായി. പിന്നെ ഇത് ഞാൻ മറ്റേ ഇത് കസാഖിസ്ഥാൻ്റെ ഇതൊക്കെയാണ് ഓള് പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ട് വാങ്ങിയിട്ടോ. ഇതൊക്കെ ഹാപ്പി അല്ലേ? ഓള് പറഞ്ഞ് ഞാൻ പോകുന്നില്ലെങ്കിലും എനിക്ക് അകത്തെ ഇങ്ങനത്തെ ഈ ഓർമ്മക്ക് സൂക്ഷിക്കുന്ന സാധനങ്ങൾ കണ്ടിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാൻ അറിഞ്ഞു ഇതിനോട് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയാണ്ട് തന്നാണത്. പിന്നെ ഇതാ അതിലും ഉണ്ട് മുട്ടായി, ഫ്രഷ് മുട്ടായി. ഇത് അനക്ക് റൂമത്തോല് തന്നാണ്. ഇതെന്താ എന്നോട് പൊട്ടിക്കരുത് പറഞ്ഞിനി. ഇവിടെ വന്നിട്ട് ഓളടുത്ത് കൊടുത്തിട്ട് പൊട്ടിക്കാൻ പറഞ്ഞിനി. ഇക്കാൻ്റെ ഹൂറിക്ക് ഫ്രം ബോട്ടം ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞാണ്ട് കാത്തിരിപ്പിന് വിരാമം ഇക്ക എത്തി. റൂമത്തെ ചെക്കന്മാരെ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കട്ടത് എന്താണ് നിഷ്പക്ക് എന്താണോ ഇതിൽ തന്നിക്കണം നമുക്ക് നോക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങളെ വക ചെറിയൊരു സമ്മാനമാണ്. അപ്പോൾ നോക്ക് കൊടുക്കോണ്ടിന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നതാണ്. പിന്നെ എൻ്റെ ഒരു പോളിസി എന്താ വെച്ചാൽ ഞാൻ ട്രിപ്പ് പോകുമ്പം ഒരു സാധനം വീട്ടിൽ കൊണ്ടുവരുന്ന ആളല്ല കേട്ടോ. ഒരു സാധനം ഒരു മിഠായും കൂടി ഞാൻ കൊണ്ടുവരില്ല. ഇത് അല്ലേ ഞാൻ കൊണ്ടുവരലുണ്ടമ്മ. ഈ കാലം വരെ ഞാൻ കൊണ്ടുവരില്ല. ഇതൊക്കെ ഓല് വാങ്ങി തന്നുകൊണ്ട് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അതും കൊണ്ടുവരില്ല. ട്രിപ്പ് പോകുമ്പോൾ ആ ട്രിപ്പ് ആസ്വദിക്കുക, അതിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലാണ് എൻ്റെ പോളിസി. ഒരു സാധനം ഞാൻ കൊണ്ടുവരില്ല. എനിക്കും വാങ്ങൂല, വീട്ടിലുള്ളവർക്കും വാങ്ങൂല, ആർക്കും വാങ്ങൂല. അതിപ്പോൾ വാങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം വാങ്ങുക എന്നുള്ളൊരു പോളിസിയാണ് എൻ്റെത്. എൻ്റെതാണ്. അത് പൊട്ടിച്ച് കാണിച്ചു തരാം എന്താണ്. അനക്ക് പൊട്ടിക്കണോ? ഇത് ഓലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അല്ല അല്ല എന്താ സാധനം മറിച്ചതിനെ. ക്ലിയർ അല്ലേ? വീഡിയോ ക്ലിയർ അല്ലേ? ഇങ്ങനെയൊക്കെ പൊതിയ. ഇത് മറ്റേ ദുബായ് ചോക്ലേറ്റ് ആണ്. വാവ്. അപ്പൊ ഇത് പൊട്ടിച്ചാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് നിൽക്കണേ. ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ലൂസ് ആക്കണം, ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് എനക്ക് സ്പെഷ്യൽ ആണെന്നാണ് കേട്ടോ ദുബായ് ചോക്ലേറ്റ്. താങ്ക്സ് വെരി താങ്ക് യു ഹസീബ് ക ആൻഡ് ടീംസ്. ഹസീബ് ക, മുഫീദ് ക, കുറേ ആൾക്കാരുണ്ട്. പേര് പറയുകയാണെങ്കിൽ 5-8 ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അടിച്ചെന്നില്ലേനോ. ഞാൻ എല്ലാവരും ഞങ്ങൾക്ക് വിളിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കാണണം എന്നൊക്കെ പറഞ്ഞു പോലൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫോൺ വിളിക്കാമല്ലേ വൈകുന്നേരം എപ്പോഴേലൊക്കെ. ഇതൊക്കെ പിന്നെ എൻ്റെ ഡ്രസ്സുകളാണ് ഫുള്ള്. അപ്പോൾ ഇതാണ് പെട്ടി പൊട്ടിച്ചിട്ടോ. അപ്പോൾ നമ്മളെ പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞു. ഒത്തിരി സാധനങ്ങളാണ് ഞാൻ പേർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കണം കേട്ടോ. ഇനി എന്താ നിങ്ങളെന്താ ഉണ്ടാക്കിയിരിക്കണേ? സദാ ചോറും കൂട്ടാനാണ് ഉണ്ടാക്കി. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളോട് ഒന്നും വേണ്ട. കാരണം എന്താ അറിയോ, നിങ്ങളോട് പറയുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയ അന്ന് തുടങ്ങിയ തീറ്റയാണ്. ഫസ്റ്റ് ഞാൻ പോകുന്നത് ദുബായിക്കാണ്, ചെക്കന്മാരുടെ റൂമിക്ക്. പള്ള നിറച്ചു അതിൻ്റെ അപ്പുറത്ത് പോലും വാങ്ങി തരാണ്. ഓരോന്ന് വാങ്ങി തരാണ്. ഒരു സ്നേഹം കൊണ്ട് വാങ്ങി തരാണ്. പക്ഷെ നമ്മളിത് തിന്നുവാണ്. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് പിടിക്കണത്. പിന്നെ സൊഫാൻ ഖാൻ കൂടിയില്ലെങ്കിലും ഇത് നല്ലോണം തിന്നിക്കണേ. പിന്നെ സൊഫാൻ ഖാൻ്റെ ഒപ്പമാണ് കസാഖിസ്ഥാനൊക്കെ പോയത്. എന്തൊക്കെയാണോ എനിക്ക് വാങ്ങി തിന്നിക്കണേ അതൊക്കെ തിന്നിക്കണേ. പിന്നെ കസാഖിസ്ഥാനിൽ നിന്ന് വീണ്ടും ദുബായിൽ വന്ന് പിന്നെ ഓരപ്പം തന്നെ ഒരു നല്ലോണം വാങ്ങി തരികയാണ്. ഒക്കെ തിന്നുകയാണ്. പിന്നെ നേരെ ജോർജിയിൽ പോയി. അസറുവിൻ്റെ അടുത്ത് പോയപ്പോൾ പിന്നെ പറയണ്ടല്ലോ.
അതിൻ്റെ അപ്പുറം പിന്നെ ഓൻ അസറിന് 100 വട്ടം തിരക്കിയനെ അവിടെ ഓൻ്റെ ഓരോ പരിപാടികളായിട്ട് അതിൻ്റെ അടിയിൽ കൂടെയാണ് ഓൻ അതിലെ കൊണ്ടുനടന്നതും കാട്ടിയതും ഫുള്ള് നല്ലോ ഇടങ്ങാറായിക്കണോ എൻ്റെ ഞാൻ ആ സമയത്താണ് എത്തിപ്പെടുന്നത് അവിടെ. പക്ഷെ എന്നാലും അതൊക്കെ ഓൻ അതിൻ്റെ അടിയിൽ കൂടെ ഡീൽ ചെയ്തുകൊണ്ട് ഇന്ന അതിലെ എന്തൊക്കെ ഇടങ്ങാറായിട്ട് 10 ദിവസം അവിടെ വെറുതെ ഒന്നുമില്ല നടക്കന്നെയാണ് മൊത്തം കൊണ്ടുപോയി കാട്ടിയത്. അവിടുത്തെ ഓരോ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഇതാക്കി. പിന്നെ അയച്ചൊക്കെ ഇന്നലെ ഓൻ്റെ അടുത്തേക്ക് തന്നെ റൂമിലേക്ക് വന്നിട്ട് ഇന്നലെ ദുബായി പോയി. അബുദാബിയിൽ വന്നിട്ട് പിന്നെ ദുബായി പോയിട്ടാണ് പിന്നെ നേരെ ഇല്ല ഇന്നലെ മനക്കാൻ കണ്ടില്ല, അന്ന് പോയപ്പോൾ കണ്ടിന്. അപ്പം ഞാൻ ഉമ്മനോട് ആദ്യം പറഞ്ഞു ഇനി ഉമ്മ നെശ്വൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറയണതാണ് ഞാൻ വരുന്ന അന്ന് ഇനി നെയ്ച്ചോറും ഇതൊന്നും ഉണ്ടാക്കിയില്ല നാട്ടിലത്തെ ഫുഡ് പറഞ്ഞാണ്ട് വെറുംചോറ് മോര് കറി ബീഫ്. എനിക്ക് ഇമ്മ ഈ ബീഫ് കുറേ ദിവസം ഇങ്ങനെ പൊരിച്ച് കറുത്ത കളറാക്കണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതേമാതിരി മമ്പയർ എനിക്ക് പയർ വർഗ്ഗങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മമ്പയർ. അപ്പോൾ സ്കൂളിലാണെങ്കിലൊക്കെ ഞങ്ങളെ താത്ത എന്ത് ചെയ്യും ഫുഡ് ഉണ്ടാക്കുന്ന താത്ത എനിക്ക് വേറെ മാറ്റി വെക്കും. അതായത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ചീര എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. പിന്നെ അതേമാതിരി പപ്പടം ഇതിക്കൊരു തൈരും കൂടി ഉണ്ടെങ്കിൽ നോക്കാം. അതായത് മോരുകറി ആയതുകൊണ്ടാ തൈര് വേറെ ഉണ്ടാവും. അപ്പം ഞാൻ എന്താ വെച്ചാൽ മോരുകറി ഉണ്ടെങ്കിലും ഞാൻ തൈര് വേറെ കൂട്ടിട്ടോ, അങ്ങനെ കുറേ സ്വഭാവമാണ്. അപ്പം എന്താ വെച്ചാൽ നാടൻ ഫുഡ് ഉമ്മുൻ്റെ ഭാഗം ഉമ്മ തയ്യാറാക്കി തന്നിക്കണ്. താങ്ക് യു. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പുതിയനോ ഞാൻ എന്താ പറയുക ഇവിടുന്ന് പോയ അന്നേരം തുടങ്ങിയ നടത്താണമ്മ. അതായത് ഈ ദിവസം വരെ വെറുതെ വന്നിട്ടില്ല, എന്നും യാത്ര പോകാതെ കുട്ടിയാടണ്ടേ കണ്ടിട്ട് പിന്നെ ഐശുവിനെ കാശിക്കാക്ക് കുട്ടിനെ കിട്ടിയതുകൊണ്ട് മെസ്സേജ് കാശിക്ക പുതിയ കുട്ടിനെ കിട്ടിയ ആ സർപ്രൈസ് കൊടുക്കണോക്കെ അതൊക്കെ സഹിക്കാൻ കഴിയണില്ല പൊതിച്ചണതോ. അപ്പൊ നമ്മളപ്പോ അന്ന് ഉണ്ടായിരുന്നു കുട്ടികൾ മഞ്ചേരി ഇല്ലാണേ ഓനി സ്കൂള് കൂട്ടുമ്പോ അങ്ങോട്ട് വരുമ്പോ വരും എന്നൊക്കെ പറഞ്ഞേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞേക്കണേ വരുവണ്ടി എന്നൊക്കെ പറഞ്ഞേക്കണേ. എവിടുന്ന് കൽക്കൊളത്തുനിന്നോ? അപ്പൊ മുന്റെ ഫാമിലിന്ന് ടൂർ എങ്ങോട്ടുണ്ട് നമുക്ക്? 4-ാം തീയതി ടൂറ്. 4-ാം തീയതി ടൂറുണ്ട്. ഞാൻ 5-ാം തീയതി പോകട്ടോ. 5-ാം തീയതിയോ അല്ലെങ്കിൽ 6-ാം തീയതി ഞാൻ നിങ്ങളപ്പോ ഒരു ടൂർ വിടട്ടെ. അപ്പൊ ഞാൻ ഒരു ഫാമിലി ടൂർ വിടാൻ പോകട്ടോ. അല്ലെങ്കിൽ തന്നെ എന്നെ കുറിച്ച് ഭയങ്കര കംപ്ലൈന്റ് ആണ്, നിന്നെ കിട്ടണില്ല ഒന്നിനും കിട്ടണില്ല പറഞ്ഞിട്ട് ജിരിക്കണില്ലേ? ആണോ? നമ്മ വരും നമുക്ക് എല്ലാവർക്കും ഒപ്പിരിക്കാം. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ വ്ളോഗ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടുന്ന് പുറപ്പെട്ട് മുതൽ അപ്പോൾ എന്താ വെച്ചാൽ യാത്രൻ്റെ വ്ളോഗുകളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അസുറിൻ്റെ വ്ളോഗിൽ പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോൾ ഞാൻ സ്ഥലങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് നല്ലോണം. അപ്പം വ്ളോഗ് എടുക്കാനൊന്നും കൂടിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഇനിയും പോകും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ടേ അവിടുത്തെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് പോകായതുകൊണ്ട് ഞാൻ നല്ലോണം എൻജോയ് ചെയ്ത് സത്യം പറഞ്ഞാൽ അതുണ്ടായത്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഇങ്ങോട്ടൊക്കെ പോകും ഇൻഷാ അല്ലാ. കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വേറെയും കുറേ കൺട്രീസൊക്കെ നമ്മളെ പ്ലാനിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതേമാതിരി ഈ ട്രിപ്പുകൾ പോകാനും കാര്യങ്ങളൊക്കെ ആഗ്രഹമില്ലവരാണെങ്കിൽ പിന്നെ കസാഖിസ്ഥാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്തു. എന്നോട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് കസാഖിസ്ഥാനിക്ക് എങ്ങനെ ജോർജിയക്ക് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ജോർജിയ ഇപ്പോൾ നല്ല ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഞാൻ വേറെ തന്നെ പറഞ്ഞു കേട്ടോ. ജോർജിയക്കില്ല യാത്രൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം അത്രമാത്രം പറയാണ്ട് പണ്ടത്തെ പോലെ പെട്ടെന്ന് സിമ്പിളായിട്ട് അങ്ങോട്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ കസാഖിസ്ഥാനൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും, ഉസ്ബെക്കിസ്ഥാനൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തുതരും. റിക്കിഷ ഹോളിഡേയ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് അതിൻ്റെ താഴെ കൊടുക്കാം. നമുക്ക് അതിൽ മെസ്സേജ് അയക്കല്ലേ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കട്ടെ. കസാഖിസ്ഥാൻ ചോദിച്ച് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നിപ്പോൾ ജൂൺ ജൂലൈയിലൊക്കെ പിന്നെ GCCയിലൊക്കെ വെക്കേഷനൊക്കെ വരികയാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു മാസമല്ലേ ഉള്ളൂ. മെയ് കഴിഞ്ഞാൽ പിന്നെ ജൂണിൽ വലിയിരുന്നാൾ വരും. അപ്പോൾ വെക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് ട്രിപ്പ് പോയിട്ട് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിക്കിഷ ഹോളിഡേയ്സിനെ ചൂസ് ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കസാഖിസ്ഥാൻ പാക്കേജൊക്കെ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും. അത്ര സൂപ്പറായിട്ട് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്തോളി, ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും കൊടുക്കാം, കോൺടാക്ട് നമ്പറും കൊടുക്കാം. നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നല്ല നല്ല വ്ളോഗുകളായിട്ട് ഇനി വരും. ഇപ്പോൾ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും നാട്ടിലുണ്ട് കേട്ടോ. പറശു വന്നു. എങ്ങനെ ഇമ്മു ഇപ്പം അടുത്ത് ഉമ്മുവിൻ്റെ ഗെറ്റ് ടുഗദറിന് പോയി കേട്ടോ. അപ്പോൾ ഉമ്മുവിൻ്റെ ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ ഉമ്മുവിൻ്റെ കൂട്ടുകാരികളൊക്കെ നമ്മൾ വ്ളോഗ് കാണലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ പറഞ്ഞ ആൾക്കാരോടൊക്കെ നമ്മൾ അന്വേഷണം പറയാം കേട്ടോ. നമ്മളെ വ്ളോഗ് കാണുന്ന ഉമ്മുവിൻ്റെ കൂട്ടുകാരികളെ മക്കൾക്കും മരുക്കൾക്കും എല്ലാവർക്കും നമ്മളെ വക ഹായ് കേട്ടോ. താങ്ക് യു ഗൈസ്. അപ്പോൾ
കാണലുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും വ്ളോഗും കാണലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ ചെക്കന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. അർഷു കാനഡയിൽ നിന്ന് വന്നു, അസറുപ്പ് എൻ്റെ കൂടെ വന്നിക്കണ്, എല്ലാവരും നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു വമ്പൻ പരിപാടി വരാൻ പോവാണ് നാളെ. അപ്പോൾ അതെന്താണെന്നില്ല നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണാം. അപ്പോൾ അതിലെല്ലാവരും ഉണ്ടാവും, എല്ലാവരും നിങ്ങൾക്ക് കാണാം, നല്ല നല്ല വ്ളോഗുകൾ വരും. അപ്പോൾ എല്ലാവരും കൂടെ കണ്ട് സപ്പോർട്ടാക്കി കേട്ടോ. ഓക്കെ, ബൈ.